2024 ലോക്സഭ ഇലക്ഷനിലേക്കുള്ള പ്രീപോൾ സർവേ ലോക് പോളിൻ്റെ പ്രീപോൾ സർവേയെക്കുറിച്ചുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസ് വൺ ടി വി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ ദക്ഷിണേന്ത്യയിലെ പ്രീപോൾ സർവേയെക്കുറിച്ച് വാർത്ത ചെയ്തു. പിന്നെ രണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വാർത്ത ചെയ്തു. പിന്നെ ഇന്നലെയായിരുന്നു ഗുജറാത്തിനെ കുറിച്ചും പശ്ചിമ ബംഗാളിനെ കുറിച്ചുള്ള വാർത്ത ചെയ്ത്. അതിനുശേഷം ഇപ്പോൾ ലോക് പോളിൻ്റെ അടുത്ത ഘട്ട സർവേ പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തവണ അവർ പുറത്തുവിട്ടുള്ളത് പറയുമ്പോഴത്തേക്കും ആസാമും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ്. ആസാമും പിന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇലക്ഷൻ പ്രീപോൾ സർവേയാണ് പുറത്തുവിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനമായിട്ടുള്ള അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രീപോൾ സർവേയാണ് അവർ പുറത്തുവിട്ടുള്ളത്. മാത്രമല്ല ആസാമിനെ കൂടി പുറത്തുവിട്ടുണ്ട്. അങ്ങനെ മൊത്തം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുമുള്ള പ്രീപോൾ സർവേയാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അവർ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ഓരോ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 1350 പേരെ ഫോണിൽ കൂടെയോ അല്ല ഡയറക്റ്റായിട്ടോ ബന്ധപ്പെട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ക്രോഡീകരിച്ചാണ് ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും പ്രീപോൾ സർവേ ഓരോ സംസ്ഥാനത്തെ ലോക്സഭാ ഇലക്ഷൻ പ്രീപോൾ സർവേ അവർ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡേറ്റയാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടുള്ളത്. ആ കാര്യം നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ആസാം നോക്കാം. ആസാമാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ആസാമിൽ മാത്രമായിട്ട് 14 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 2021 അവസാനമായിട്ട് അവിടെ നിയമസഭ ഇലക്ഷൻ നടന്ന് ആ നിയമസഭാ ഇലക്ഷനിൽ BJP ആണ് ജയിച്ചത്. BJP തുടർച്ചയായിട്ട് ജയിക്കുകയായിരുന്നു. BJPയുടെ ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇപ്പോൾ ആസാമിലെ മുഖ്യമന്ത്രി. വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷന് ആസാമിൽ വേറെ പ്രത്യേകത കൂടിയുണ്ട്. അവിടെ ഡീലിമിറ്റേഷൻ നടന്നിട്ടുണ്ട്. മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞതിന് ശേഷമുള്ള ലോക്സഭ ഇലക്ഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് മണ്ഡലങ്ങളിലെ പേര് മാറിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തവണ ജയിച്ച ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. കോൺഗ്രസിന് 3 സീറ്റുണ്ടായിരുന്ന മണ്ഡലം സംസ്ഥാനം കൂടിയാണ് ആസാം എന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ ഉപനേതാവ് ഗൗരവ് ഗൊഗോയ് ആസാം എന്നാണ് മത്സരിച്ച് ജയിച്ചെന്നും ഇത്തവണ മണ്ഡല പുനർനിർണ്ണയം കാരണം അദ്ദേഹം മണ്ഡലം മാറി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. അതിനുശേഷമാണ് ഇത്തവണ ലോക്സഭ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കത്തില്ല, 2019 പോലെ ആയിരിക്കത്തില്ല 2024 ആസാമിലെ ലോക്സഭ ഇലക്ഷൻ. മാത്രമല്ല കഴിഞ്ഞ മാസങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്ര, ഭാരത് ജോഡോ ന്യായ് യാത്ര വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കടന്നുപോയത്. മണിപ്പൂരിൽ കയറി, പിന്നെ ആസാമിൽ കയറി. ആസാമിൽ വലിയ വാർത്തകൾ മാത്രമായിരുന്നു. മാത്രമല്ല ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ ന്യായ് യാത്ര അവിടെ തടയാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ ലോക് പോൾ ഇങ്ങനെ ആസാമിലേക്കുള്ള ഒരു പ്രീപോൾ സർവേ പുറത്തു വിട്ടിട്ടുള്ളത്. ആ പ്രീപോൾ സർവേ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ 14 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം പറയുമ്പോഴത്തേക്കും 9 14-ൽ 9 BJP ആണ് ജയിച്ചത്. 3 സീറ്റ് കോൺഗ്രസ് നേടി, 1 സീറ്റ് AIUDF നേടി, 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ചോദിച്ചത്. കോക്രജാറിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു 1 സീറ്റ് കിട്ടി. അങ്ങനെയായിരുന്നു 14 സീറ്റ് ഡിവൈഡ് ആയിപ്പോയ 9 BJP, 3 കോൺഗ്രസ്, 1 AIUDF, 1 സ്വതന്ത്ര സ്ഥാനാർത്ഥി. AIUDF നമുക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയാം. 2 പാർട്ടിയുമായിട്ട് അവർ ഒന്നിച്ച് നിൽക്കുന്നില്ല, അല്ലാതെയാണ് അവർ മത്സരിക്കുന്നത്. അപ്പോൾ 2 നമുക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എടുത്ത് പറഞ്ഞിരിക്കുക. 2 സ്വതന്ത്രന്മാരും 3 കോൺഗ്രസ്സുകാരും പിന്നെ 9 BJPക്കാരുമായിരുന്നു 2019 ആസാമിലെ ലോക്സഭാ കക്ഷിനില. അത് ഇത്തവണ എങ്ങനെ മാറുന്നു നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവരുടെ ഡേറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ 7 മുതൽ 8 വരെ സീറ്റുകളാണ് BJPക്ക് ആസാമിൽ ഇപ്പോൾ ലോക് പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ BJPയുടെ മേധാവിത്വം തുടരും. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര സുരക്ഷിതമായ ഒരു മേധാവിത്വം ആയിരിക്കത്തില്ല. BJPക്ക് സീറ്റുകൾ കുറയാനാണ് സാധ്യത. പക്ഷേ എന്നിരുന്നാലും 50% കൂടുതൽ സീറ്റുകൾ അവിടെ കിട്ടാൻ പോകുന്നത് BJPക്ക് തന്നെ ആയിരിക്കുമെന്നാണ് അവർ പറയുന്നത്. 7 മുതൽ 8 വരെ സീറ്റുകൾ അവർ BJPക്ക് ആസാമിൽ പ്രവചിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസിന് 4 മുതൽ 5 വരെ സീറ്റുകളാണ് അവർ പ്രവചിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 3 സീറ്റുകളായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. അത് 4 മുതൽ 5 വരെയാണ്. മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് 0 മുതൽ 2 വരെ സീറ്റാണ്. ഇപ്പോൾ ഉള്ള 2 പേർ ചിലപ്പോൾ ജയിച്ചേക്കാം, അല്ലെങ്കിൽ 2 പേരും പരാജയപ്പെട്ടേക്കാം എന്ന സിറ്റുവേഷനാണ് പറയുന്നത്. എന്തൊക്കെയാലും 7 മുതൽ 8 വരെ സീറ്റുകൾ BJPക്കും, പിന്നെ 4 മുതൽ 5 വരെ സീറ്റുകൾ കോൺഗ്രസിനും, 0 മുതൽ 2 വരെ സീറ്റുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും എന്നാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആസാമിനെ കുറിച്ച് അവർ പറയുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രീപോൾ സർവേ കൂടി അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും അരുണാചൽ പ്രദേശുണ്ട്, മണിപ്പൂരുണ്ട്, മേഘാലയുണ്ട്, മിസോറാമുണ്ട്, നാഗാലാൻഡുണ്ട്, ത്രിപുരയുണ്ട്, സിക്കിമുണ്ട്. ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നും ഈ 7 സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് ഏകദേശം 11 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 11 ലോക്സഭാ സീറ്റുകളിൽ BJPക്ക് 6 മുതൽ 8 വരെ സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും 2 മുതൽ 4 വരെ സീറ്റുകളും, മറ്റു പാർട്ടികൾക്ക് 0 മുതൽ 1 വരെ സീറ്റുമാണ് പറയുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് 6 മുതൽ 8 വരെ സീറ്റ് എന്നല്ല പറയുന്നത്. BJPയുടെ സഖ്യകക്ഷികൾക്കും NDA സഖ്യകക്ഷികൾക്കുമാണ് 6 മുതൽ 8 വരെ സീറ്റ്. കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾക്കുമാണ്
2 മുതൽ 4, പിന്നെ മറ്റു പാർട്ടികൾക്കാണ് 1 സീറ്റ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 11 ലോക്സഭാ സീറ്റുകളിൽ BJP 6 മുതൽ 8, കോൺഗ്രസിന് 2 മുതൽ 4, മറ്റു പാർട്ടികൾക്ക് 0 മുതൽ 1. മണിപ്പൂർ വിഷയം കത്തിൽക്കുന്നതുകൊണ്ട് തന്നെ BJP കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര വ്യക്തമായ സ്വാധീനം ഇത്തവണ നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും BJP അവരുടെ മേധാവിത്വം നിലനിർത്താൻ പറ്റുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഏകദേശം പകുതിയോളം സീറ്റുകൾ, 11-ൽ പകുതിയോളം സീറ്റുകൾ, 6 മുതൽ 8 വരെയുള്ള സീറ്റുകൾ കിട്ടി എന്നാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം വെച്ച് കിട്ടും എന്നാണ് നിലവിലത്തെ സാഹചര്യം വെച്ച് ലോക്പോളിൻ്റെ പ്രീ പോൾ സർവേ പറയുന്നത്. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുറത്തോട്ട് സർവേകൾ ഓരോന്നോരോന്നായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ BJP തിരിച്ചടികൾ കിട്ടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ. മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ അവർക്ക് കർണാടക മാത്രമാണ് ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് BJP. പക്ഷേ ആ മേൽക്കൈ അവർക്ക് ഇത്തവണ കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല മഹാരാഷ്ട്രയിലുള്ള മറ്റു പാർട്ടികളുടെ വിഭജനവും മറ്റ് ഒരുപാട് പ്രശ്നങ്ങളും മൂലം ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് കാര്യമായ ഒരു മുന്നേറ്റം നടത്താൻ പറ്റുന്നുണ്ട്. അവർക്ക് ഗുജറാത്തിലും രാജസ്ഥാനിലും മാത്രമാണ് വ്യക്തമായ ഒരു മേധാവിത്വം കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഗുജറാത്തിൽ പോലും സീറ്റുകളിൽ നിന്ന് കയ്യിൽ നിന്ന് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ 100% വിജയം BJP ഇത്തവണ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അത് ഗുജറാത്തിലും രാജസ്ഥാനിലും 100% വിജയം കിട്ടാൻ പോകുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം 18ഓളം സീറ്റ് നേടിയ സംസ്ഥാനമായിരുന്നു പശ്ചിമ ബംഗാൾ ഇത്തവണ അത്രയും വലിയ നേട്ടം BJP ഉണ്ടാകാൻ പോകുന്നില്ല. ആ സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ സഖ്യമോ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആസാമിലെ കാര്യം. ആസാമിലും BJP സീറ്റുകൾ നഷ്ടമാവുകയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു മേൽക്ക് 50% മുകളിൽ സീറ്റ് BJP ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2019 പോലെ ഒരു ക്ലീൻ സ്വീപ്പ് ആയിരിക്കത്തില്ല ഇത്തവണ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലോക്പോൾ സർവേ നമുക്ക് നോക്കി മനസ്സിലാവുന്ന കാര്യം. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ പോലെ ഇത്തവണ 400 സീറ്റൊന്നും NDAക്ക് കിട്ടാനും പോകുന്നില്ല.